കണ്ണൂർ ചെറുകുന്നിൽ വാഹനാപകടത്തിൽ 5 മരണം. ലോറിയുമായി കൂട്ടിയിടിച്ച് കാർ യാത്രികരാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുകയാണ്. സജോ, വേദനിപ്പിക്കുന്ന വാർത്തയാണ്. എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, അതിദാരുണമായ അപകടമാണ്. അല്പസമയം മുൻപാണ് ഈ അപകടം കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ വെച്ച് ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയും സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ യാത്രികരായ 5 പേരാണ് മരിച്ചത്. സ്വിഫ്റ്റ് കാറിൽ യാത്ര ചെയ്ത് ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. തലശ്ശേരി സ്വദേശികളുടേതാണ് ഈ കാർ. KL 58D 6753 എന്ന നമ്പറിലുള്ള സ്വിഫ്റ്റ് കാറാണ്. ഈ കാറിൽ 5 പേരുണ്ടായിരുന്നു. എതിർഭാഗത്തേക്ക്, തലശ്ശേരി ഭാഗത്തേക്കാണ് ഈ വാഹനം പോയത്. എതിർഭാഗത്ത് നിന്ന് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. വലിയ തോതിൽ ഇടിയുടെ നല്ല ആഘാതം ഉണ്ട്. കാർ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. രാത്രിയിലാണ് ഈ അപകടം നടന്നത്. പിന്നീട് നാട്ടുകാരും മറ്റും അതിനുശേഷം പോലീസും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ കാർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 5 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് അടക്കമുള്ള സേനാംഗങ്ങളും ഒപ്പം പോലീസും ഒക്കെ സ്ഥലത്തെത്തിയാണ് ഈ വാഹനം തകർത്ത് അതിനകത്ത് നിന്ന് കാർ യാത്രികരെ പുറത്തെടുത്തത്. 5 പേരുടെയും മരണം സ്ഥിരീകരിക്കുന്നു. വലിയ അത്രയും പേരുടെ ജീവൻ നഷ്ടമാകുന്നു എന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സംഭവമാണ്. അപകടത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ അത് എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. അപകടത്തിൽ അവിടെ വാഹനത്തിനകത്തുണ്ടായിരുന്ന ആളുകളെ അടക്കം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും മറ്റും തിരക്കിലായിരുന്നു. പക്ഷേ ഈ കാർ ഏതാണ്ട് ഈ അപകടത്തിൽ പൂർണ്ണമായും തന്നെ തകർന്നു പോയിട്ടുണ്ട്. കാറാണോ അതോ ലോറിയാണോ അമിത വേഗതയിൽ വന്നതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ വലിയൊരു ദുരന്തം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയണം. ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ അതിനൊരു വ്യക്തത വന്നിട്ടില്ല. പരിശോധനകളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഈ വാഹനം തിരിച്ചറിഞ്ഞിട്ട് ആളുകളെ കുറിച്ച് ഏകദേശം ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ അപകടത്തിൽ മരിച്ചവരെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അല്പസമയം മുൻപ് മാത്രമാണ് ഈ ആളുകളെ കാറിനകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. പക്ഷേ 5 പേർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. വലിയ ഒരു ദുരന്തം തന്നെ ദേശീയപാതയിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ലോറി ഓടിച്ചിരുന്ന ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഈ വാഹനവും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിനോട് ആശുപത്രിയിലേക്ക് പോലീസ് കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ വലിയൊരു ദുരന്തമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. 5 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ക്രിസ്റ്റീന. സജോ, ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അതേപോലെ തന്നെ ഈ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ക്രിസ്റ്റീനയിൽ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ കാർ യാത്രികരായ 5 പേരുടെയും ജീവൻ നഷ്ടമായി എന്നതാണ്. അത് പോലീസ് പറയുന്നത് ഈ അപകടത്തിൽ വലിയ അപകടത്തിന്റെ ആഘാതം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അത്ര വലിയ ആഘാതത്തിലുള്ള കൂട്ടിയിടിക്കലായിരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പൂർണ്ണമായും തന്നെ സ്വിഫ്റ്റ് കാർ തകർന്നു പോയിട്ടുണ്ട്. അതിനുള്ളിലുള്ള ആളുകൾ അത്രയും വലിയ അപകടമായതുകൊണ്ടാണ് 5 പേരുടെയും ജീവൻ നഷ്ടമായത്. 5 പേരും ഈ കാറിൽ ഉണ്ടായിരുന്നവരാണ്. കാറിൽ യാത്ര ചെയ്ത് വന്നവരാണ്. അവർ കാസർഗോഡ് ഭാഗത്ത് നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് നീങ്ങി വന്നതാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളിലേക്ക്, അതായത് ഈ അപകടം നടന്നിട്ട് അധിക സമയം പിന്നിടുന്നില്ല എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. ഈ മൃതദേഹങ്ങൾ സമീപത്തെ ആശുപത്രിയിലേക്ക്, അതായത് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വാഹനം ഏതാണ്ട് വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുകയായിരുന്നു കാർ യാത്രികരായ ആളുകളുടെ. എല്ലാവരുടെയും മരണം പിന്നാലെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്ര വലിയ ഒരു അപകടം നടന്നു. അത്ര വലിയൊരു ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാർ ഈ ഇടിയുടെ ആഘാതത്തിൽ തകരുകയും 2 തവണ മലക്കം മറിയുകയും ചെയ്തു എന്നാണ് അവിടെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന ഒരു വിവരമാണ്. അത്ര വലിയ ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. അതിന് പിന്നാലെ ഓടിക്കൂടിയ ആളുകൾക്ക് തന്നെ കാർ യാത്രികരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സും സേനാംഗങ്ങളും മറ്റും എത്തിയാണ് ഈ കാർ തകർത്ത് അകത്തുണ്ടായിരുന്ന കാർ യാത്രികരെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് പോലീസും മറ്റ് ആളുകളും ഒക്കെ എത്തിച്ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും പക്ഷേ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. 2 തവണയിലധികം കാർ മലക്കം മറിഞ്ഞിരുന്നു. അങ്ങനെ വലിയൊരു അപകടവും ദുരന്തവുമായി അത് പര്യവസാനിക്കുകയാണ് ചെയ്തത്. ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് ഈ ഒരു പക്ഷേ ലോറിയുടെ അമിത വേഗതയും വാഹനങ്ങളുടെ വേഗതയും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് ശരി. റോഡിൽ മറ്റ് കൂടുതൽ വാഹനങ്ങളില്ല.
മറ്റ് സമീപത്തെ ആശുപത്രികളിലേക്കൊക്കെ പോലീസ് തന്നെ ആംബുലൻസ് എത്തിച്ച് മൃതദേഹങ്ങൾ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും മരണം സ്ഥിരീകരിച്ചു എന്നാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. വാഹനം തലശ്ശേരി സ്വദേശികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ അതിലെ യാത്രികർ ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ വ്യക്തമായൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മറ്റൊരു ഭാഗത്തേക്ക്, അതായത് റോഡിന്റെ ഒരു താഴ്ഭാഗത്തേക്ക് ഈ വാഹനം പിന്നീട് മറിഞ്ഞ് 2 തവണ മറിഞ്ഞു വീഴുകയായിരുന്നു എന്ന രൂപത്തിലാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 പേരുടെ ജീവൻ അപകടത്തിൽ തന്നെ നഷ്ടമാകുന്നതാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അപകടത്തിന്റെ മറ്റു കാരണങ്ങൾ, അതായത് ഈ സംഭവത്തിന്റെ ഒരു ഞെട്ടലിലാണ് അവിടെയുള്ള ആളുകളും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളുമൊക്കെ ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കണ്ണൂർ വഴിമാറി. ചെറുകുന്നിലെ വാഹനാപകടത്തിൽ 5 മരണം, കാർ യാത്രികരായ 5 പേരാണ് മരിച്ചത്. ഇവരാരെന്ന് തിരിച്ചറിയാനായിട്ടില്ല. എന്നാൽ കാറിന്റെ നമ്പറൊക്കെ ഇപ്പോൾ കണ്ടതുകൊണ്ട് ചിലപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് ഇതാരാണെന്ന വിവരം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാകും എന്ന് കരുതുന്നു. വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്.